Hi all, Assalamu alaikum. Welcome to my YouTube channel Taste and Tech. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി സ്പൈസി റാബിറ്റ് റോസ്റ്റ് ആണ്. റാബിറ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും പ്രോട്ടീൻ കണ്ടൻറ്റ് ഹൈയും സീറോ ഫാറ്റ് കണ്ടൻറ്റുമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 2 കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത്, ഒരു തക്കാളി, ഒരു പകുതി സവാള, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, 5 പച്ചമുളക് എരിവുള്ളത്, 10 വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് അല്ലാതെ പീസായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ നാരങ്ങ, ഒരു ചെറിയ സൈസിലുള്ള നാരങ്ങ, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിതിനാവശ്യമായിട്ടുള്ള സ്പൈസസ്: 1 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിഞ്ച് ചെറിയ ജീരകം, ഉപ്പ്, കുരുമുളക് പൊടി, ബേ ലീഫ്, തേങ്ങാക്കൊത്തൊരു 1/4 തേങ്ങയുടെയാണ്, പിന്നെ സിനമൺ, ഒരു 8 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക. ഇതിനാവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക്, എണ്ണ, നെയ്യ്, മല്ലിപ്പൊടി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റാബിറ്റ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡ്രെയിൻ ചെയ്തിട്ട്. ഇത് നമ്മളിനി സെപ്പറേറ്റ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ശകലം ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇത് ചിക്കനേക്കാളും വേവുള്ളതാണ് ഈ റാബിറ്റിൻ്റെ ഇറച്ചി. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം അതിനെ വേവിക്കാനുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ റാബിറ്റിനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് നമുക്ക് വെള്ളമെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിനെ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ റോസ്റ്റ് ചെയ്യാം. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിനമൺ, വലിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 പിഞ്ച്, ഗ്രാമ്പൂ, ഏലയ്ക്ക, ബേ ലീഫ്, കുറച്ച് കുരുമുളക് പൊടി. ഇത് നമുക്കൊന്ന് ഗീയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി ചെറിയ ഉള്ളിയും മസാലയും ഒന്ന് വഴറ്റാൻ വേണ്ടിയാണ്. റാബിറ്റ് മീറ്റിൽ തീരെ ഫാറ്റില്ല, അപ്പം നമ്മൾ കുറച്ചധികം എണ്ണ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിനകത്തോട്ട് ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം.
ഇത് റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം. അതിനുവേണ്ടി കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കാം. നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് തക്കാളിയുടെ വെള്ളത്തിൽ കിടന്ന് മിക്സ് ആവുന്നതാണ്. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ റാബിറ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലോ ഗീയോ ഒഴിച്ച് കൊടുത്ത് സോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റാബിറ്റ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.